ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. ഇറ്റ്സ് മീ ഏഞ്ചൽ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലൊന്നാണ് നമ്മുടെ സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തുണ്ടാവാറുണ്ട്, എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് സിനാപ്സ് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു നാഡി ആവേഗം ഉണ്ടാവുന്ന ടൈമിൽ, അതായത് ഈ നാഡി ആവേഗം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലോട്ട്, ആ ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലോട്ട്, അങ്ങനെ ഒരുപാട് ന്യൂറോണുകളിലൂടെ കൈമാറിയാണ് എന്ത് ചെയ്യുന്നത്, അത് എത്തേണ്ട ആ ഒരു സ്ഥലത്തോട്ട് ആ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എത്തുന്നത് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലോട്ട് ഈ പറയുന്ന ഇമ്പൾസുകൾ അല്ലെങ്കിൽ ആവേഗങ്ങളെ കൈമാറുന്ന ആ ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സിനാപ്സ് എന്ന് വിളിക്കുക. അപ്പോൾ എങ്ങനെയാണ് കൈമാറുന്നത്, അതായത് ഇത് ഒരു ന്യൂറോൺ ആണ്, ഇതൊരു ന്യൂറോൺ ആണ് അല്ലെ. ഈ ന്യൂറോണിന്റെ ഈ കാണുന്ന സിനാപ്റ്റിക് നോബൽ, ആക്സോൺ കഴിഞ്ഞ് വരുന്ന ഭാഗം, സിനാപ്റ്റിക് നോബില് നിന്നും ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങളെ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സ് അല്ലെ, നമ്മുടെ ഡെൻഡ്രോണിന്റെ മുകളിലുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഡെൻഡ്രൈറ്റ്സിലോട്ട് ഈ പറയുന്ന ഇമ്പൾസുകളെ കൈമാറുന്ന ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സിനാപ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇതിങ്ങനെ എന്ത് ചെയ്യുന്നു, സിനാപ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, സിനാപ്റ്റിക് നോബിൽ നിന്നും ഡെൻഡ്രൈറ്റ്സിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസുകളെ കൈമാറുന്നത് അടുത്ത ന്യൂറോണിന്റെ. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും, ഇമ്പൾസ് വരുന്ന സമയത്ത് ഒരു വെസിക്കിൾ ഫോം ചെയ്യും, അതായത് ഒരു സിനാപ്റ്റിക് വെസിക്കിൾസ് ഫോം ചെയ്യും. ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടായി കഴിഞ്ഞ് അതെന്ത് ചെയ്യും, ഈ പറയുന്ന സിനാപ്റ്റിക് നോബിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രൈറ്റിന്റെയും ഇടയിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ലെഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറയും. അപ്പൊ ഈ സിനാപ്റ്റിക് വിടവിൽ എന്ത് സംഭവിക്കും, ഈ പറയുന്ന നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ത് ചെയ്യും, റിലീസ് ആകും. അപ്പൊ ഇതിങ്ങനെ റിലീസായി, അപ്പൊ നമ്മുടെ ഡെൻഡ്രൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇമ്പൾസുകളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട് അല്ലെ. അപ്പൊ ഡെൻഡ്രൈറ്റ്സ് ഈ പറയുന്ന ഇമ്പൾസുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരിൽ ഈ പറയുന്ന ഡെൻഡ്രൈറ്റ്സിൽ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികകളുണ്ട്. അപ്പൊ ഈ ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും അല്ലെ. ഇത് റിസീവ് ചെയ്ത് അടുത്ത ന്യൂറോണിലോട്ട് ഇതെന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ഇത്രയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ സിനാപ്സിൽ നടക്കുന്നത്. അപ്പം നമ്മുടെ ഈ പറയുന്ന ഇമ്പൾസ് സിനാപ്റ്റിക് നോബിൽ എത്തി നിൽക്കുന്ന ആ ഒരു ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും അത് കൊടുത്ത്, അതായത് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ദ ടിപ്പ് ഓഫ് ദി ഡെൻഡ്രൈറ്റ്സ് വിച്ച് കണ്ടെയ്ൻ റിസപ്റ്റേഴ്സ് ഫോർ റിസീവിങ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റിസപ്റ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഡെൻഡ്രൈറ്റ്, അതായത് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ്സിന്റെ ആ ടിപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയും, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും ഇതിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും വിളിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന സിനാപ്സ് എന്ന് പറയുന്ന പോർഷനിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം.